ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു കേക്ക് ഡെക്കറേഷൻ തന്നെയാണ്. അപ്പോൾ കേക്ക് ഡെക്കറേഷനിൽ നമ്മൾക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക്, തീരെ ഫിനിഷിംഗ് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ എഡ്ജ് ഫിനിഷിംഗ് ആക്കി, അല്ലെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷിംഗ് ആക്കി ഒന്നും വേണ്ട. പെട്ടെന്നൊക്കെ നമുക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഫിനിഷിംഗ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കേക്ക് നല്ലൊരു ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നമുക്ക് അത്ര വലിയൊരു പണിയായിട്ടും തോന്നൂല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പൈപ്പിംഗ് ബാഗിൽ ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം വന്നിട്ടുള്ളത് ആഷ് കളറിലുള്ള ക്രീമും പിന്നെ പല കളറിലുള്ള ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോസിൽ നമ്മുടെ പെറ്റൽസൊക്കെ വരക്കുന്ന വലിയ നോസിലുണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പെറ്റൽസ് വരക്കുന്ന നോസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ആക്ഷൻസ് മാറ്റിയിട്ട് പല ഡിസൈനും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൈ ഇത് പിടിക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പെറ്റൽസിൻ്റെ ഒക്കെ ഷേപ്പിൽ മാറ്റം വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നേരെ കുത്തനെ പിടിച്ചാൽ പെറ്റൽസ് ഒരു രീതിയിൽ വരും, പിന്നെ കുറച്ചും കൂടെ കൈ ചെരിച്ച് പിടിച്ചാൽ ഒരു രീതിയിൽ വരും, പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് കൈ പിടിക്കുകയാണെങ്കിൽ വേറൊരു രീതിയിലുള്ള പെറ്റൽസ് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പെറ്റൽസും ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് വേണം കേട്ടോ അടുത്ത പെറ്റൽസ് ഇതുപോലെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കേക്കിൻ്റെ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഒരേ വലുപ്പത്തിലുള്ള പെറ്റൽസ് തന്നെ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്തായിട്ട് പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പെറ്റൽസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ പെറ്റൽസ് തുടങ്ങിയ ആ ഒരു ഭാഗത്ത് അവസാനിക്കുന്ന രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഉള്ളിലേക്ക് വരുന്തോറും പെറ്റൽസിൻ്റെ വലിപ്പം ചെറുതാക്കി കൊണ്ടുവരണം കേട്ടോ. ചെറിയ പെറ്റൽസ് ആയിട്ട് വേണം പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഉള്ള നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അത്രയും പെറ്റൽസ് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ചെറുതാക്കി ചെയ്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് ലാസ്റ്റ് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഒരു പെറ്റൽസ് നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ഈ നോസിലൊന്ന് ആ ഒരു തിന്നായിട്ടുള്ള ഭാഗം ഒന്ന് കുത്തനെ പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ. അപ്പോഴുള്ള ശരിക്കും അതൊരു മുട്ടിൽ നിന്ന് വിരിഞ്ഞ ആ ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ പിന്നെ ബീഡ്സോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. മുകൾ ഭാഗമോ സൈഡ് എഡ്ജോ ഒന്നും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.